സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമേൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞവരുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞവരുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞവരമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി പരിശുദ്ധ യഹോവയുടെ രാജ്ഞി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനാണ്. മൂന്നാലാം ദിവസം ഈശോ സ്വർഗ്ഗത്തിലെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ മറിയം ഇഹലോകത്തിൽ നിന്നും മാലാഖമാര സ്വർഗ്ഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. മറിയത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ മറിയത്തിന് ലഭിച്ചതായ അംഗീകാരത്തെ നമുക്ക് ലഭിക്കുന്ന അംഗീകാരമായിട്ട് ഓർക്കുക. പിതാവിന്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ മനസ്സ് കാണിച്ച യോഹന്നാൻ ശ്ലീഹായെ പോലെ ഇതാ നമുക്ക് വേണ്ടി തിരുസഭ മറിയത്തെ തന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി ആ അമ്മ സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെട്ടതിൽ സന്തോഷിക്കുക. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു.
കർത്താവിനോട് സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ദുർഗമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. കർത്താവിനോട് സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുർഗമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയം സ്വർഗത്തിൽ എഴുന്നള്ളിയുടനെ മറിയത്തെ ലോകരാജ്ഞയെ മുടിച്ചേൽപ്പിക്കുമെന്ന് ധ്യാനിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അമ്മയോടുള്ള ബഹുമാനം നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം അമ്മയെ ആദരിക്കുന്നു, കിരീടമണിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും റാണിയായി നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, ഓരോ പ്രാർത്ഥനകളിലും അമ്മയ്ക്ക് സ്ഥാനമുണ്ടാകട്ടെ, ബഹുമാനാദരവുണ്ടാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഇവിടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അമ്മയെ ഏൽപ്പിക്കാം. അമ്മ പുത്രൻ്റെ മുന്നിൽ അത് സമർപ്പിക്കാം. എല്ലാവർക്കും വിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും കർദിനാൾ സംഘത്തിൻ്റെയും റോമൻ കുര്യായുടെയും വിവിധ രൂപതകളുടെയും അതിരൂപതകളുടെയും കുര്യ രൂപതാധ്യക്ഷന്മാർ, എല്ലാ അഭിഷിക്തരും, എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഇവിടെ 8 വർഷമായ പ്രാർത്ഥന ഏൽപ്പിച്ചവരെ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനകളിലേക്ക് പ്രത്യേകം അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥന എഴുതി തന്നിരിക്കുന്നവരുടെ പ്രാർത്ഥനകളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. എല്ലാ ഡോക്ടർമാർക്ക് വേണ്ടിയും നമ്മളെ ചികിത്സിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവർ ദൈവ സാന്നിധ്യമുള്ളവരായി മാറട്ടെ. അവർ ദൈവഭയമുള്ളവരും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളുമാകട്ടെ. എല്ലാ ഗുരുക്കന്മാരും നിത്യഗുരുവായ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എല്ലാവരും നമുക്ക് ഇടപെടേണ്ടി വരുന്ന എല്ലാവരെയും കർത്താവ് തന്നെ വാഴ്ത്തട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ ആഗ്രഹിക്കാം, നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്നവരെ, ഇടപെടേണ്ടി വരുന്നവരെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി മാറണം. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് വചനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ വചനം നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്നത് വെന്നുവിളിയച്ഛനെ, ജോളച്ചനെ നമുക്ക് സമർപ്പിക്കാം. ചില ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതായ രോഗാവസ്ഥകളൊക്കെ എങ്കിലും അത്ഭുതകരമായ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്തുകൊണ്ട് അത് ദിവ്യകാല മരിഭവനത്തെയും കർത്താവ് അന്ന് ലക്ഷ്യം വെച്ചിരുന്നു. ഈ അച്ഛൻ സുഖം പ്രാപിച്ച് മരിഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അച്ഛൻ സുഖം പ്രാപിച്ച മരിഭവനത്തിൽ ഒന്നിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് പരിശുദ്ധാത്മാവിനെയും ഈശോയെയും കൊടുക്കണം. ഈ പരിശുദ്ധ അമ്മയെയും കൊടുക്കണം. അതേ ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു അച്ഛൻ ആരോഗ്യം പ്രാപിക്കണമെന്നും അതേ ഇനിയും അതേ ദൈവം തന്നെ അച്ഛനെ അനേക സ്ഥലങ്ങളിൽ വചന പ്രഘോഷകൻ ഒരുക്കട്ടെ. അതിനുവേണ്ടി അച്ഛന് വേണ്ടത്തോളം ആരോഗ്യമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛനെ വന്നു നിറയുവാൻ വേണ്ടി, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ നിറയപ്പെടുവാൻ വേണ്ടി, അച്ഛൻ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു തരുവാൻ അച്ഛന് ശക്തി ലഭിക്കാൻ വേണ്ടി, സ്വർഗത്തിൽ കിരീടമണിയിക്കപ്പെടുന്ന മറിയം അമ്മയുടെ ജനനത്തിൽ നിന്നാണ് വേണ്ടി ഒരുങ്ങുന്ന ദൈവജനത്തിന് ആ വിശ്വാസത്തെ അംഗീകരിക്കാൻ സാധിക്കട്ടെ. ഒന്നിച്ചു കൂടുന്നവർക്ക് ഒരുമയുണ്ടാകട്ടെ.
മാറട്ടെ. ഒരു ഒറ്റയ്ക്ക് പോയി ആരാധിക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമയോട് ഇടവകയുടെ കൂട്ടായ്മയിൽ, അതിരൂപതയുടെ കൂട്ടായ്മയിൽ, സഭയുടെ കൂട്ടായ്മയിൽ, വിശ്വാസത്തിന്റെ കൂട്ടായ്മയിൽ ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി മാറുവാൻ വേണ്ടി, സഭയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി, അഭിഷിക്തരെ സ്നേഹിക്കാൻ വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുവാൻ വേണ്ടി, വരും തലമുറയെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയുള്ളതായ സമർപ്പിത സഹോദരന്മാർക്ക് വേണ്ടി, അർപ്പിത സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ, വിവിധ ഇടവകളിൽ നല്ല നല്ല പ്രേക്ഷിത ശുശ്രൂഷകൾ ഉണ്ടാകാൻ വേണ്ടി, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പ്രേക്ഷിതരെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് അവർക്ക് കാണട്ടെ. സഭയിൽ ഒരു സാക്ഷ്യമായി മാറട്ടെ. ദൈവമേ, ആരാധനയിലും പ്രാർത്ഥനയിലും വരുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതായി കാണട്ടെ. കർത്താവിന്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വചനത്തിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നതായ നിർദ്ദാനം ദൈവപരിപാലന സമൂഹത്തെയും
കാഞ്ഞിരപ്പള്ളി രൂപതയും രൂപതാധ്യക്ഷനെയും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കേണ്ടത് കൃപ ധാരാളമായിട്ട് ഉറവ് പോലെ അതിൽ തുറക്കുമ്പോൾ, ഹൃദയം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമച്ഛന ആവശ്യത്തിന് ആവശ്യാസം ഇവിടെ വന്നിരിക്കുന്നവർക്ക് ചേരുന്ന വിധത്തിൽ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരമുയർത്തി സ്വരമുയർത്തി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ മുഴുവനും അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ ആരാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് സർവ്വചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തിന്റെ ആരാധനയും സ്തുതിയും മഹത്വം ും
സർവ്വചരാചരങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള സൂര്യനെയും ചന്ദ്രനെയും കാറ്റിനെയും കാർമേഘങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. വരാൻ പോകുന്ന എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്